Hi friends, welcome back to my YouTube channel Learn with VANI. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇൻപുട്ട് ഡിവൈസിനെ പറ്റിയും ഔട്ട്പുട്ട് ഡിവൈസിനെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെമ്മറി ഡിവൈസിനെ പറ്റിയാണ്. SSC എക്സാമിന് PSC എക്സാമിന് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് മെമ്മറി ഡിവൈസ്. SCERT ടെക്സ്റ്റ് ബുക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് മെമ്മറി ഡിവൈസസ്? മെമ്മറി ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ ദി സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ഡാറ്റയോ നിർദ്ദേശങ്ങളോ ഫലങ്ങളോ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമാണ് മെമ്മറി. മെമ്മറി ഡിവൈസസ് രണ്ട് തരത്തിലുണ്ട്. പ്രൈമറി മെമ്മറി അഥവാ പ്രാഥമിക മെമ്മറിയും സെക്കൻഡറി മെമ്മറി അഥവാ ദ്വിതീയ മെമ്മറിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രൈമറി മെമ്മറിയെ പറ്റിയാണ്. അപ്പോൾ അതിനു മുമ്പ് മെമ്മറി യൂണിറ്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റാണ് ബിറ്റ്. ബൈനറി ഡിജിറ്റ്സിനെയാണ് ബിറ്റ് എന്ന് പറയുന്നത്. ബൈനറി ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 0നെയും 1നെയാണ് ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ് എന്ന് പറയുന്നത്. 4 ബിറ്റ് ചേരുമ്പോഴാണ് ഒരു നിബിൾ ആകുന്നത്. 8 ബിറ്റ് ചേരുമ്പോൾ ഒരു ബൈറ്റും 1024 ബൈറ്റ് ചേരുമ്പോൾ ഒരു കിലോ ബൈറ്റും 1024 കിലോ ബൈറ്റ് ചേരുമ്പോൾ ഒരു മെഗാബൈറ്റും 1024 മെഗാബൈറ്റ് ചേരുമ്പോൾ ഒരു ഗിഗാബൈറ്റും 1024 ഗിഗാബൈറ്റ് ചേരുമ്പോൾ ഒരു ടെറാബൈറ്റും 1024 ടെറാബൈറ്റ് ചേരുമ്പോൾ ഒരു പെറ്റാബൈറ്റും ആവുന്നു. അപ്പോൾ ഈ മെമ്മറി യൂണിറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ്. മെമ്മറി യൂണിറ്റ്സിൽ നിന്ന് ഒരുപാട് തവണ പല എക്സാമിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. SSC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ ബിറ്റ് റെഫേഴ്സ് ടു. അപ്പോൾ ആൻസർ ബൈനറി ഡിജിറ്റ്. ബിറ്റ് എന്ന് വെച്ചാൽ ബൈനറി ഡിജിറ്റ് ആണ്. അതുപോലെ തന്നെ PSCക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് സ്റ്റോറേജ് ഇൻ എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ്. അപ്പോൾ മെമ്മറിയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റാണ്. 1 നിബിൾ ഈസ് ഈക്വൽ ടു 4 ബിറ്റ്സ്. എ ബൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി ബിറ്റ്സ്? എത്ര ബിറ്റ് ചേരുന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്? 8 ബിറ്റ്സ് ചേരുന്നതാണ് ഒരു ബൈറ്റ്. ഇവിടെ രണ്ട് രീതിയിലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു KB എന്ന് പറയുന്നത് എത്ര ബൈറ്റ് ആണെന്നും 1024 ബൈറ്റ് എന്ന് പറയുന്നത് എത്ര KB ആണെന്നും. ഒരു KB എന്ന് പറയുന്നത് 1024 ബൈറ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി KB ഈസ് ഈക്വൽ ടു 1 GB. ചോദ്യം കണ്ടപാടെ 1024 എന്ന് എഴുതി വെക്കരുത്. അവർ ചോദിച്ചിരിക്കുന്നത് 1 GB എന്ന് പറയുന്നത് എത്ര KB ആണെന്നാണ്. 1024 KB ചേരുമ്പോൾ ഒരു MB ആകുള്ളൂ. പിന്നീട് ഒരു 1024 MB കൂടെ ചേരുമ്പോഴാണ് 1 GB ആകുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ. 1024 × 1024. ഈ ക്വസ്റ്റ്യനിൽ മെമ്മറി യൂണിറ്റ് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. KB, MB, GB, TB. വിച്ച് മെഷർ ഓഫ് മെമ്മറി ഈസ് ദി ലാർജസ്റ്റ്? ഏറ്റവും വലിയ മെമ്മറി യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ടെറാബൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും പല എക്സാമിനും മെമ്മറി യൂണിറ്റ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈമറി മെമ്മറിയെ പറ്റി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു മെമ്മറി ഡിവൈസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. പ്രൈമറി മെമ്മറി എന്ന് വെച്ചാൽ മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി അഥവാ പ്രാഥമിക മെമ്മറി. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസ്സറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായ മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി അഥവാ ദ്വിതീയ മെമ്മറി. പ്രൈമറി മെമ്മറി അഥവാ പ്രാഥമിക മെമ്മറി എന്നത് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. ഇതിനെ CPU നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇതിന് ഡാറ്റ വളരെ വേഗത്തിൽ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമുള്ള കഴിവുണ്ട്. 3 തരത്തിലുള്ള മെമ്മറിയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. റാം, റോം, ക്യാഷ് മെമ്മറി എന്നിവയാണ് അവ. അപ്പോൾ പ്രൈമറി മെമ്മറിയിൽ വരുന്നതാണ് റാം, റോം, ക്യാഷ് മെമ്മറി. റാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നതാണ് SRAM-ഉം DRAM-ഉം. റോമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് PROM, EPROM, EEPROM. ഇനി നമുക്ക് ഇവയോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം.
റാൻഡം ആക്സസ് മെമ്മറി. ഇപ്പോൾ റാമിൻ്റെ ഫുൾ ഫോം തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാമിൻ്റെ ഫുൾ ഫോം. റാമിനുള്ളിൽ ഡാറ്റ എവിടെ നിന്ന് വേണമെങ്കിലും ശേഖരിക്കാനും തിരിച്ചെടുക്കാനും സാധിക്കും. CPU പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയോ നിർദ്ദേശങ്ങളോ റാമിനുള്ളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. വൈദ്യുത ബന്ധം നിലയ്ക്കുമ്പോൾ റാമിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടുന്നു. അതിനാൽ റാം ഒരു അസ്ഥിര മെമ്മറിയാണ്. ഇപ്പോൾ റാം സ്ഥിതി ചെയ്യുന്നത് മദർ ബോർഡിലാണ്. റാം ഒരു വോളറ്റൈൽ മെമ്മറിയും ടെമ്പററി മെമ്മറിയുമാണ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കറണ്ട് പോയെങ്കിൽ റാമിൽ സൂക്ഷിച്ചിരുന്ന ഡാറ്റയെല്ലാം ലോസ്റ്റ് ആവും. അതുകൊണ്ടാണ് റാം ഒരു വോളറ്റൈൽ മെമ്മറി ആണെന്ന് പറയുന്നത്. റാമിൽ നമുക്ക് റീഡും റൈറ്റും ചെയ്യാൻ പറ്റും. ഇപ്പോൾ റാം ഒരു റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി ആണെന്ന് പറയാം. സ്പീഡ് ഓഫ് റാം മെഷർ ചെയ്യുന്നത് മെഗാ ഹെഡ്സിലാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് റാം മെഷർ ചെയ്യുന്നത് സാധാരണയായിട്ട് ജിഗാബൈറ്റിലാണ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റാമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ എന്നിവ ഉണ്ടായിരിക്കും. പ്രധാനപ്പെട്ട 2 റാമുകളാണ് എസ് റാമും ഡി റാമും. എസ് റാം എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് റാമും ഡി റാം എന്ന് വെച്ചാൽ ഡൈനാമിക് റാമും. ഈ എസ് റാം ഡി റാമിനേക്കാളും ഫാസ്റ്ററാണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവുമാണ്. ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറി നീഡ്സ് പീരിയോഡിക് റീഫ്രഷ്? ഓപ്ഷൻ്റെ അകത്ത് എസ് റാം, ഡി റാം, റോം, ഓൾ ഓഫ് ദ എബോ എന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി റാം ആണ്. ഡി റാമിനാണ് പീരിയോഡിക് റീഫ്രഷ് ആവശ്യമായിട്ടുള്ളത്. റാമുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾസോ ടേംഡ് ആസ് മെയിൻ മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് റാമാണ്. റാം ഈസ് യൂസ്ഡ് ആസ് എ ഷോർട്ട് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ ബിക്കോസ് ഇറ്റ് ഈസ് വോളറ്റൈൽ. ദ ഡാഷ് കോമ്പോണൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ഈസ് വോളറ്റൈൽ ഇൻ നേച്ചർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ റാമാണ്. അടുത്തതാണ് റോം, റീഡ് ഒൺലി മെമ്മറി. ഈ റോമിൻ്റെ ഫുൾ ഫോമും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റീഡ് ഒൺലി മെമ്മറി എന്നാണ് റോമിൻ്റെ ഫുൾ ഫോം. റോം എന്നത് സ്ഥിരമായ മെമ്മറിയാണ്. അതിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കുവാൻ മാത്രമേ കഴിയൂ. ഇതിൻ്റെ ഉള്ളടക്കം എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ല. വൈദ്യുതി ബന്ധം നിലച്ചാലും ഇതിലെ ഉള്ളടക്കം മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നു. ബയസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ബൂട്ടപ്പ് പ്രോഗ്രാം റോമിൽ അടങ്ങിയിരിക്കുന്നു. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴോ ബൂട്ടപ്പ് ചെയ്യുമ്പോഴോ ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നു. ഇത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പരിശോധിക്കുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ റോം എന്നത് ഒരു പെർമനൻ്റ് മെമ്മറിയും നോൺ വോളറ്റൈൽ മെമ്മറിയുമാണ്. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാംസ് ആണ് ഫ്രിംവെയർ എന്ന് അറിയപ്പെടുന്നത്. ബയസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ബൂട്ടപ്പ് പ്രോഗ്രാം റോമിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ബയസിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ബേസിക് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. റോമിൻ്റെ ചില പരിഷ്കരിച്ച രൂപങ്ങളാണ് പി റോം, ഇ പി റോം, ഇ പി റോം, ഫ്ലാഷ് ഇ പി റോം എന്നിവ. പി റോം എന്ന് വെച്ചാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ്. ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറിയാണ് പി റോം. ഇ പി റോം എന്ന് വെച്ചാൽ എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് വീണ്ടും എഴുതപ്പെടാൻ കഴിയുന്ന മെമ്മറിയാണ് ഇ പി റോം. ഇ പി റോം ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. വൈദ്യുതി ഉപയോഗിച്ച് വീണ്ടും എഴുതപ്പെടാൻ കഴിയുന്ന മെമ്മറിയാണ് ഇ പി റോം. ഇനി നമുക്ക് റോമുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ROM stands for, answer read only memory. After PROM is programmed, we can only dash the information. Answer read. Programs stored in a ROM are called firmware. BIOS is a dash. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. BIOS നോൺ വോളറ്റൈൽ ഫിർംവെയറും സോഫ്റ്റ്വെയർ സ്റ്റോർഡ് ഓൺ എ സ്മോൾ മെമ്മറി ചിപ്പ് ഓൺ മദർ ബോർഡുമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പ്യൂട്ടർ മെമ്മറീസ് ഈസ് നോൺ വോളറ്റൈൽ? ഇതിൻ്റെ ആൻസർ റോം ആണ്. ഓൾ ഫോംസ് ഓഫ് റോം ആർ ഓൾസോ നോൺ ആസ് ഫിർംവെയർ. ഇവിടെ റാൻഡം ആക്സസ് മെമ്മറി റീഡ് ഒൺലി മെമ്മറിയും തമ്മിലുള്ള ചെറിയ ഒരു കമ്പാരിസൺ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റാം ആണെങ്കിൽ റോമിനേക്കാൾ വേഗത കൂടിയതാണ്.
റോമിന് വേഗത കുറവാണ്. റാമിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സൂക്ഷിക്കുന്നു. എന്നാൽ റോമിൽ വരുമ്പോൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് റോം സൂക്ഷിക്കുന്നത്. ഇതിന് ഫ്രിംവെയർ എന്നാണ് പറയുന്നത്. റാമിൽ ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും അനുവദിക്കുന്നു. അതായത് റീഡും റൈറ്റും റാമിൽ പറ്റും. പക്ഷെ റോമിലാണെങ്കിൽ സാധാരണയായി ഇതിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് റീഡ് മാത്രമേ പറ്റുള്ളൂ. റാമിൽ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ റാമിലെ ഉള്ളടക്കം നഷ്ടപ്പെടുന്നതിനാൽ ഇതൊരു അസ്ഥിര മെമ്മറിയാണ്. റോം ആണെങ്കിൽ ഒരു സ്ഥിര മെമ്മറിയും. അതായത് റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയും റോം നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റാം ടെമ്പററി മെമ്മറി ആണെങ്കിൽ റോം പെർമനൻ്റ് മെമ്മറിയാണ്. ഇനി നമുക്ക് ക്യാഷ് മെമ്മറി എന്താണെന്ന് നോക്കാം. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. കൂടെ ആവശ്യമായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും ഇടക്കാല ഫലങ്ങളും വേഗത്തിലെടുക്കുവാൻ വേണ്ടി ക്യാഷ് മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. പ്രോസസ്സർ റാമിലെ ഒരു ലൊക്കേഷനിൽ സംഭരിക്കുകയോ അതിൽ നിന്ന് തിരിച്ചെടുക്കുകയോ ചെയ്യുമ്പോൾ ആദ്യം ക്യാഷ് മെമ്മറിയിൽ ഡാറ്റയുടെ ഒരു കോപ്പി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോസസ്സർ ക്യാഷ് മെമ്മറിയിൽ നിന്നും ഇത് പെട്ടെന്ന് റീഡ് ചെയ്യുന്നു. റാമിനേക്കാൾ വേഗത്തിൽ ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കുന്നു. റാമിനേക്കാളും വിലയേറിയതാണ് ക്യാഷ് മെമ്മറി. CPU-ൻ്റെയും മദർ ബോർഡിൻ്റെയും ഉള്ളിലുള്ള ക്യാഷ് മെമ്മറി സിസ്റ്റത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത് പ്രോസസ്സിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. റാമിനേക്കാളും എക്സ്പെൻസീവും ഫാസ്റ്റുമാണ് ക്യാഷ് മെമ്മറി. ഇവിടെ മെമ്മറിയുടെ സ്പീഡ് അനുസരിച്ചുള്ള ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. ഏറ്റവും വേഗതയേറിയ മെമ്മറി രജിസ്റ്റർ മെമ്മറിയാണ്. രണ്ടാമത് ക്യാഷ് മെമ്മറി, മൂന്നാമത് മെയിൻ മെമ്മറി, പിന്നീടാണ് സെക്കൻഡറി മെമ്മറീസ് വരുന്നത്. ഇനി നമുക്ക് 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്യാഷ് മെമ്മറി ആഡ്സ് ബിറ്റ്വീൻ. ഇപ്പോൾ ക്യാഷ് മെമ്മറി CPU-ൻ്റെ റാമിൻ്റെ ഇടയിലാണ് ആക്ട് ചെയ്യുന്നത്. ക്യാഷ് മെമ്മറി വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഇതിൻ്റെ ആൻസർ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്നതാണ്. ദ വെരി ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറി വിച്ച് ക്യാൻ സ്പീഡ് അപ്പ് CPU ഈസ്. ഇതിൻ്റെ ആൻസർ ക്യാഷ് മെമ്മറി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും മെമ്മറി ഡിവൈസ് എന്ന് പറയുന്ന ടോപ്പിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.